ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ജനുവരി 15 ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. എൻ്റെ പൊസിഷനിൽ കാണാം ഒരു ചെറിയൊരു ലോസിലാണ്. സെയിം ICICI ബാങ്കിലാണ് എല്ലാ ദിവസവും ഞാൻ എടുക്കുന്നത് പോലെ തന്നെ ICICI ബാങ്കിലാണ് എൻട്രി എടുത്തത്. ബ്രാക്കറ്റ് ഓർഡറാണ്, 100 ക്വാണ്ടിറ്റിയാണ്. 16.50 എൻ്റെ ആവറേജ് പ്രൈസ് ഉള്ളത്. ഇപ്പം 16.35 ചെറിയൊരു ബ്രേക്ക് ഈവൻ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിലോട്ടൊക്കെ വരുന്നുണ്ട്. എൻ്റെ ബ്രേക്ക് ഈവൻ സാധനത്തിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, എൻട്രി എടുക്കാനുള്ള റീസൺ ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർഡർ ലിസ്റ്റ് ജസ്റ്റ് നോക്കാം. ഓർഡറിൽ കാണാം ക്ലോസിൽ 100 ക്വാണ്ടിറ്റി സെൽ സൈഡ് സെല്ലാണ് ചെയ്യുന്നത്, ബ്രാക്കറ്റ് ഓർഡർ. ഓക്കെ, 10.36.39 10.36 ക്യാൻഡിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, കംപ്ലീറ്റഡ്. നമുക്ക് ഇനി ഒരു പെൻഡിങ് ഓർഡർ നോക്കുവാണെങ്കിൽ ഓപ്പൺ ഓർഡറിൽ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. അത് ആ ഒരു ബ്രാക്കറ്റ് ഓർഡറിലെ ലിമിറ്റിൽ വന്ന് എക്സിക്യൂട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു ഒരുപാട് ഓർഡേഴ്സ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഈവൻ ലോസ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം റീസൺ എന്താണെന്ന്. ഓക്കെ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇവിടെ ഒരു എക്സൈറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അതിനു മുന്നേ മാർക്കറ്റ് ഇവിടെ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. എക്സൈറ്റ് അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് കാണാൻ നമുക്കൊരു മൂവ്മെൻറ്റം ഇല്ല, സൈഡ് വേസ് ഇങ്ങനെ കളിക്കുവാണ്. ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ മൂവ്മെൻറ്റം കാണുന്നത്. അതിങ്ങനെ താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സിനാരിയിലാണ് ഞാൻ എൻട്രി എടുത്തത്. നോക്കാം. അതിന് മുന്നേ ഇവിടെയൊക്കെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ, കാരണം ഇവിടെ ഒരു M പാറ്റേൺ ഇന്നലെ ക്രിയേറ്റ് ചെയ്തു, അതിന് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ സൈഡ് വേസ് കളിച്ച് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ഒരു ബൈ എൻട്രി ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. രാവിലെ എനിക്കത് മിസ് ചെയ്തു. ഞാനത് ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഒരു നല്ലൊരു കൺവിക്ഷനിലുള്ള ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ ഇപ്പോൾ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഒന്നും കൂടി ഒന്ന് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ്, ഈ ബ്ലാക്ക് ലൈനിൽ കാണുന്നത് പ്രീവിയസ് ഡേ ഹൈ ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, ഇവിടെ ഒരു മൂവ്മെൻറ്റം കാണിക്കാത്തതുകൊണ്ട് ഞാനിവിടെ നിന്ന് എൻട്രി എടുത്തു. നമുക്ക് നോക്കാം. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണുള്ളത്. അതിന് അഗെയിൻസ്റ്റ് അതിൻ്റെ ഡബിളാണ് ഞാനിവിടെ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 1:2 റിസ്ക് റിവാർഡിൽ ഞാനിവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൊസിഷൻ നോക്കുവാണെങ്കിൽ സെയിം ആണ്, ഒരു ബ്രേക്ക് ഈവണിൽ ഇങ്ങനെ നിൽക്കുവാണ്, വലിയൊരു മൂവ്മെൻറ്റം ഇല്ല. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ ഹിറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ SL ആണ് ഹിറ്റ് ചെയ്തത്. നോക്കാം, ഈ ഒരു ഏരിയയിലാണ് എൻ്റെ SL ഹിറ്റ് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് അതിന് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു എക്സാക്റ്റ് റെസിസ്റ്റൻസിൽ വന്നിട്ട് ഒരുപാട് നേരം റെസിസ്റ്റൻസ് എടുക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഒരു റെസിസ്റ്റൻസിൽ വന്നിട്ട് ഒരുപാട് നേരം റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ പഴയ വീഡിയോസും ഞാനിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു എക്സാക്റ്റ് റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, എൻ്റെ SL വരെ വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് ഇവിടുന്ന് നല്ലൊരു കൺവിക്ഷൻ ഉറപ്പായിരുന്നു ഇവിടുന്ന് മുകളിലോട്ട് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത. കാരണം ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഞാൻ പക്ഷേ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇന്ന് ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്. കാണാം, ഒരു 200 റുപ്പീസ് ലോസാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഓക്കെ, ഓർഡർ ലിസ്റ്റ് പോയി കാണാം. ഓപ്പൺ ഓർഡേഴ്സ് ഒന്നുമില്ല, എല്ലാ ഓർഡേഴ്സും ക്ലോസ്ഡ് ആണ്. ഓപ്പൺ പെൻഡിങ് ഓർഡേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് ട്രേഡിങ്ങിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യുക, അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇന്നെൻ്റെ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ അനലൈസ് ഇവിടെ റോങ് ആയി. കാരണം ഇവിടെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി കൺവെക്ഷൻ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, ബട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റം ഇല്ലാതെ ഇവിടെ ഷോ ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുത്തതാണ്. പക്ഷേ ഈ എക്സാക്റ്റ് ഈ ഒരു റെസിസ്റ്റൻസിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് ടൈം പാസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബട്ട് ഇറ്റ്സ് എൻ്റെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ലോസാണ്. ആ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഞാൻ എൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അതിനുശേഷം കാണാം മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈയിൽ വന്ന് അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ചെയ്തു. വീണ്ടും ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആണ്. അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റാണ് മുകളിലോട്ടും പോവാം താഴോട്ടും വരാം, പക്ഷേ പ്രോബബിലിറ്റി ബേസ്ഡ് നോക്കുവാണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണ് മാർക്കറ്റ്. ഓക്കെ, ഇന്നെൻ്റെ ലോസാണ്, സ്റ്റോപ്പ് ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.